ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമരം ശക്തമാക്കാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി തീരുമാനം. 4 മേഖലകളിലായി തിരിച്ച് ജാഥ സംഘടിപ്പിക്കും. പന്തളത്ത് മഹാസമ്മേളന സമാപനം സംഘടിപ്പിക്കാനും തീരുമാനം. വിശദാംശങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, ഇന്ന് നിയമസഭയിലടക്കം പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്? എന്തെല്ലാമാണ് യോഗത്തിലെ മറ്റ് തീരുമാനങ്ങൾ? ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടുത്ത സമരത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി 4 മേഖലാ ജാഥകൾ നടത്തും. ഈ ജാഥകൾ പന്തളത്ത് സമാപിക്കുന്ന തരത്തിലാണ്, പന്തളത്ത് മഹാസമ്മേളനം നടത്തി സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേർന്നു. 3 മണിക്ക് ചേർന്ന യോഗം അല്പം മുൻപാണ് അവസാനിച്ചത്. അത്രയും നേരം എടുത്ത് വിശദമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. ഇതിനിടയിൽ തന്നെ പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളും വന്നു. പുനഃസംഘടനയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പുനഃസംഘടന അന്തിമമായി നീളുന്നു എന്നായിരുന്നു വിമർശനം. ചർച്ചയോ സമവായമോ ഇല്ലെന്ന നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാർ വരെയുള്ള നിയമനം ഉടൻ ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിച്ചു. സെക്രട്ടറിമാരെയും നിയമിക്കണമെന്നായിരുന്നു മറ്റുള്ളവരുടെ ആവശ്യം. എന്നാൽ വിപുലമായ പുനഃസംഘടന പിന്നാലെ എന്നായിരുന്നു നേതാക്കളുടെ മറുപടി. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. എന്തായാലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നിയമനം വൈകുന്നതിലും ഈ യോഗത്തിൽ വിമർശനം ഉണ്ടായി. അതിന് നേതൃത്വം കൃത്യമായ മറുപടി നൽകിയിട്ടുമില്ല. ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള മറുപടി പറഞ്ഞു ഒഴിയുകയായിരുന്നു. എന്തായാലും വിവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത സമരത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. ശരി.